ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله الذي أرسله بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. നബിമാരുടെ പേരുള്ളവൻ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തഹബ്ബ സുപ്രയിൽ തിരുമുസ്തഫ പേരുള്ളവൻ സവിശേഷമാ ബറക്കത്ത് കൂടുതലെത്തിടാൻ പര്യാപ്തമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ പുണ്യ മസ്ജിദിൽ ഒരുമിപ്പിച്ചതുപോലെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗീയ ഭവനത്തിലും നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം റബ്ബ് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സർവ്വദോഷങ്ങളും നമുക്കും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, വല്ലിപ്പ, വല്യമ്മമാർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അവരുടെ ഖബറുകളൊക്കെ അല്ലാഹു തആല സ്വർഗമാക്കി കൊടുക്കട്ടെ. ബാക്കി ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ സർവശക്തനായ തമ്പുരാൻ ആഫിയത്തും ആരോഗ്യവും സുഹത്തും സ്വലാഹിയത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പരിശുദ്ധ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ അള്ളാഹു പവിത്രമാക്കിയതായ മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ്. ആ മാസത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അത് മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യതയാണ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് വേണ്ടതുപോലെ പരിഗണിക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റജബ് മാസത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ പള്ളികളിലും എല്ലാ ദുആ മജ്ലിസുകളിലും നമ്മൾ കേൾക്കുന്ന ഒരു ദുആ വചനമുണ്ടല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ എന്ന് നമ്മളെല്ലാവരും ദുആ ചെയ്യാറ്. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ?
ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ ധനമുണ്ടാകലാണോ? അല്ലെങ്കിൽ കുറെ സമ്പത്തും കുറെ പുരയിടങ്ങളും കുറെ സ്ഥലവും ഒരുപാട് കൃഷിയും ഒക്കെ ഉണ്ടാകലാണോ യഥാർത്ഥത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ബറക്കത്ത് എന്നതിന് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ ഐശ്വര്യം എന്നൊരു അർത്ഥം നമുക്ക് പറയാം. ഐശ്വര്യം ഉണ്ടാവുക. ഈ ഐശ്വര്യം എന്ന മലയാള അർത്ഥം കേവലം ഈ ബറക്കത്തിന്റെ വ്യാപ്തമായ അർത്ഥത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു സൂചിമുനയുടെ അർത്ഥം മാത്രമേ ഉള്ളൂ. മലയാളത്തിലേക്ക് പറയുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിഭവങ്ങളിൽ ഇലാഹിയായ ഒരു ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം. നമ്മുടെ സമ്പത്തിലും നമ്മുടെ ഭാര്യയിലും മക്കളിലും ജോലിയിലും വരുമാനത്തിലുമൊക്കെ ഇലാഹിയായ ഒരു ഇടപെടലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഇലാഹിയായ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ആ ശമ്പളം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായ ചില കാര്യങ്ങളും ചില കർമ്മങ്ങളുമൊക്കെ ചെയ്യാൻ സാധിക്കും. സ്വാഭാവികമായും നമ്മുടെയൊക്കെ പള്ളികളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരുടെ വേതനവുമായി ബന്ധപ്പെടുത്തി മുട്ടിച്ചൊക്കെ നമ്മളെല്ലാവരും പറയാറുള്ളൊരു വാക്കാണ് നിങ്ങളുടെയൊക്കെ ശമ്പളത്തിൽ ബറക്കത്തുണ്ടല്ലോ എന്നുള്ളത്. ഇല്ല എന്നല്ല, ശരിയാണത്, ബറക്കത്താണ്. കാരണം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വേതനമായത് കൊണ്ടു തന്നെ ചെറുതാണെങ്കിലും അതിൽ ബറക്കത്തുണ്ട്, ഉള്ളത് തന്നെയാണ്. എന്താണ് അതിന്റെ ബറക്കത്ത്? ആ സമ്പാദ്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത്. 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ വരുമാനമുള്ളയാൾക്ക് നടക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ തികയാത്ത ആ പൈസ തികയാത്ത കാര്യങ്ങൾ തുലോം തുച്ഛമായ വരുമാനങ്ങൾ കൊണ്ട് നടന്നു പോകുന്നവൻ, അതാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബറക്കത്തിനെയാണ് പ്രത്യേകിച്ച് റജബ് മാസത്തിന്റെ 1 മുതൽ നമ്മൾ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നതായ സംഗതി. ഇത് മനുഷ്യന്റെ അഖില നിഖില മേഖലകളിലും അവൻ ആഗ്രഹിക്കുന്നതായ ഒന്ന് തന്നെയാണ്. ഭാര്യയിൽ ബറക്കത്തുണ്ടാകണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബത്തിൽ ബറക്കത്തുണ്ടാകണമെന്ന് കാരണവന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. മക്കളിലും കച്ചവടത്തിലും വാഹനത്തിലും കൃഷിയിലും ആരോഗ്യത്തിലും നാട്ടിലും വീട്ടിലും സ്ഥാപനങ്ങളിലും എല്ലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ബറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഒരു ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മളെല്ലാവരും. ഒരാളും അതിനെതിരല്ല. രാവിലെ പോയി കച്ചവട സ്ഥാപനം തുറക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ നിയ്യത്ത് തന്നെ ഇന്നൊരുപാട് കച്ചവടം ചെയ്യണം, ബറക്കത്തുണ്ടാകണമെന്നാണ്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് ജുമുഅക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ കയ്യിലൊരു തുക അവൻ കരുതും. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന പരിപാലക സമിതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, ബറക്കത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാനായി ഉസ്താദിന്റെ കയ്യിലൊന്ന് എഴുതി കൊടുക്കണം, ഇത് അതിലേക്കുള്ള സംഭാവനയാണ്, പള്ളിയിലേക്കുള്ള സംഭാവനയാണ്. ഇങ്ങനെ നമ്മൾ ബന്ധപ്പെടുന്ന സർവ്വതിലും ബറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ബറക്കത്ത് നമ്മൾ ഏത് കാര്യത്തിലൊക്കെ ആഗ്രഹിക്കാറുണ്ട്? അത് ആദ്യം മുതലേ ആഗ്രഹിക്കേണ്ടുന്നതായ ഒരു സംഗതിയാണ്. നമ്മുടെ കുടുംബജീവിതത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ട് നാം ആഗ്രഹിക്കേണ്ടത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ് സൂചിപ്പിച്ചത് തന്നെ ഇലാഹിയായ ഒരു ഇടപെടൽ. ഇലാഹിയായ ഒരു ഇടപെടൽ. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവും രോഗമില്ലായ്മയും ദാരിദ്ര്യമില്ലായ്മയും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവുക, ബറക്കത്തുണ്ടാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഇണകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ വിവാഹിതനാകാൻ പോകുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് തന്റെ ആൺമക്കൾക്ക് വിവാഹം ആലോചിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഒരു വലിയ ഹദീസിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, തുൻകഹുൽ മർഅതു ലി അർബഇ ഖിസ്വാലി. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് 4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ്.
പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും കുചേലനാണെങ്കിലും കുബേരനാണെങ്കിലും ഒരാളൊരു വിവാഹം കഴിക്കുന്നത് 4 വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്, ആധാരമാക്കിയിട്ടാണ്. ഒന്നാമത്തേത് ലിമാലിഹ, അവളുടെ സമ്പത്തൊന്നും അവൻ നോക്കും. സമ്പത്തൊന്ന് നോക്കും, എത്രമാത്രം എനിക്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എത്രമാത്രം ഭാവിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നതിനേക്കെല്ലാം കുട്ടിയിച്ചിട്ടാണ് ഒന്നാമതായിട്ട് അവൻ പരിഗണിക്കുന്നത് ലിമാലിഹ, അവളുടെ സമ്പത്തിനെ ഒന്നവൻ നോക്കും, പരിശോധിക്കും. വലി ജമാലിഹ, കാണാൻ കൊള്ളാവുന്നവളാണോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന വേളയിൽ എന്റെ തലമുറകളായി വരുന്ന എന്റെ സന്താനങ്ങൾക്ക് വൈരൂപ്യങ്ങളില്ലാതെ കാണാനഴകുള്ള, സമൂഹത്തിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമുള്ള മക്കൾ ഉണ്ടാകണം. അല്ലെങ്കിൽ എന്റെ ഭാര്യ വളരെ സുന്ദരിയാണെന്ന് 4 ആൾ പറയണം എന്ന രീതിയിൽ വിചാരിച്ചുകൊണ്ട് ലി ജമാലിഹ, അവളുടെ സൗന്ദര്യത്തിനെ നമ്മൾ നോക്കാറുണ്ട്. എല്ലാ മനുഷ്യന്മാരും നോക്കാറുണ്ട്. ഇതാരും ഈ വിഷയത്തിൽ ആരും ഒഴിവല്ല. പണ്ഡിതനും നോക്കാറുണ്ട്, പാമരനും നോക്കാറുണ്ട്, എഞ്ചിനീയറും നോക്കാറുണ്ട്. ഏത് മനുഷ്യനും നോക്കുന്ന ഒരു സംഗതിയാണ് ഇത് രണ്ടും. വലി ജമാലിഹ വലി ദീനിഹ വലി ഹസബിഹ, അവളുടെ കുടുംബ പരമ്പര നോക്കും. പറയാൻ പറ്റുന്ന കുടുംബമുള്ളവളാണോ എന്ന് നോക്കാറുണ്ട്. കുടുംബത്തിൽ കള്ളന്മാരുള്ള കുടുംബമാണോ, അല്ലെങ്കിൽ നിത്യമായി മദ്യപിക്കുന്ന കുടുംബക്കാരുള്ളവരാണോ, അല്ലെങ്കിൽ നിത്യമായി തോന്നിവാസത്തിൽ ജീവിക്കുന്ന കുടുംബമുള്ളവരാണോ എന്നും നോക്കാറുണ്ട്. എനിക്കും ഞാൻ കെട്ടിയ പെണ്ണ് ഇന്ന കുടുംബത്തിൽപ്പെട്ട, ഇന്ന മഹത്തായ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണെന്ന് പറയാൻ, അന്തസ്സുള്ള പെണ്ണാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവനാണ് ഓരോ ഭർത്താവും. അതുകൊണ്ട് അവനും അത് നോക്കും. ലിവലി ഹസബിഹ, ആ പെണ്ണിന്റെ കുടുംബവും നോക്കും. വലി ദീനിഹ, പിന്നെ അവസാനം ദീനുള്ള പെണ്ണിനെ നോക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തർത്ഥത്തിലാണ് ഇതിങ്ങനെ കോർമയോടുകൂടി പറഞ്ഞത് എന്നുള്ള വലിയൊരു സംവിധാനവും അതിനകത്തുണ്ട്. റസൂലുള്ളാഹി ഇത് ആദ്യമേ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. നമ്മളൊക്കെ ചിന്തിക്കുന്ന ആ തർത്തീബും നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞു വെച്ചേക്കാണ്. വലി ദീനിഹ, അവസാനം നമ്മളൊക്കെ മക്കൾക്ക് പെണ്ണ് കിട്ടാൻ താമസിച്ച് കിട്ടാതിരുന്ന് അവസാനം പറയുന്ന ഒരു ദീനുള്ള പെണ്ണാണെങ്കിലും മതി, സൗന്ദര്യവും മുതലൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല, അല്പം ദീനുള്ള പെണ്ണാണെങ്കിലും മതിയെന്ന് നമ്മൾ അവസാനം പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞു വലി ദീനിഹ, നിങ്ങൾ ആ പെണ്ണിന്റെ ദീനും നോക്കണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ജീവിതത്തിൽ അന്തസ്സുണ്ടാകാൻ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയുമെല്ലാം ഉണ്ടാകാൻ നീ പെണ്ണ് കെട്ടുന്ന വേളയിൽ ദീനുള്ള പെണ്ണിനെ നീ മുൻഗണന കൊടുത്താൽ നിന്റെ കച്ചവടത്തിലും നിന്റെ ബിസിനസ്സിലും നിന്റെ വീട്ടിലും നിന്റെ മക്കളിലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും നിന്റെ സർവമാന കാര്യങ്ങളിലും ബറക്കത്തും അള്ളാഹുവിന്റെ ഐശ്വര്യവും അള്ളാഹുവിന്റെ എല്ലാ റഹ്മത്തും നിനക്കുണ്ടാകുമെന്ന്. അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെയാണ് നീ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടിയെന്നോണം മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകിടാങ്ങൾ അവർ ദീനി ബോധമുള്ളവളായിരിക്കണം. അന്യ പുരുഷന്റെ മുന്നിൽ എല്ലാം മറന്നു നിൽക്കുന്നവളാകാൻ പാടില്ല. കൃത്യമായി ഔറത്ത് മറച്ചുകൊണ്ട്, കൃത്യമായി ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട്, ഭർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട്, ഭർത്താവിന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ട്, തന്റെ മക്കളെ ദീനി വിദ്യാഭ്യാസവും മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ച് നടപടിയാക്കുന്ന പെണ്ണാണെങ്കിൽ നിന്റെ കുടുംബം നീ വിജയിച്ചു എന്ന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. ഇതാണ് ഈ നബി തങ്ങൾ പറഞ്ഞതിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായി പറയുന്നത് നല്ല പേര് നമ്മുടെ മക്കൾക്കിടണം. നമ്മൾക്കുണ്ടാകുന്ന മക്കൾ, ആ മക്കൾക്ക് നല്ല പേര് നമ്മൾ ഇടാൻ തയ്യാറാകണം. കല്യാണം കഴിഞ്ഞു 1 വർഷമാകുമ്പോഴേക്കും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്കൊക്കെ ചിലപ്പോൾ മക്കളുണ്ടാകും. അത് അല്ലാഹുവിന്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മക്കളുണ്ടാകുന്നത്. അല്ലാഹു തആല മക്കളില്ലാതെ വിഷമിക്കുന്ന ഒട്ടനവധി ദമ്പതികളുണ്ട്. ദുആ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്തവർ അല്ലാഹു അവർക്കൊക്കെയും സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഒരു വീട്ടിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോ അദ്ദേഹത്തിന് പറയാനുള്ള ആകെ ഒരു ആവശ്യം,
മൂന്നാമത്തെ മകൻ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, മക്കൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകം ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങൾ കുറച്ച് ഉസ്താദന്മാരുണ്ട്, ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് ഇളയ മോന് മക്കൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ഒരു ഉസ്താദ് ഇത് കേട്ടിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇത് ദുആ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, ഇവിടത്തെ കാരണവരൊരു ആവശ്യം പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി, ഇതുവരെ എന്റെ മോനൊരു കുട്ടി ഉണ്ടായിട്ടില്ല. അത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു തൗഫീഖാണ്. അതിൽ നമ്മൾ ദുആ ചെയ്യണം, വേണ്ടാന്നല്ല, അതൊക്കെ കിട്ടുന്നത് വലിയൊരു തൗഫീഖാണ് എന്ന് ആ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ സന്താനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു ആരോഗ്യ മേഖല കൂടിയാണ് കുട്ടികളുണ്ടാകാത്തവരുടെ ചികിത്സ എന്ന് പറയുന്നത്. ലക്ഷങ്ങളാണ് അതിനുവേണ്ടി ആശുപത്രികളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ ഇത്തരത്തിൽ അള്ളാഹു നൽകിയതായ മഹത്തായ അനുഗ്രഹമാകുന്ന മക്കൾക്ക് മക്കളെ നൽകുമ്പോ ആ മക്കൾക്ക് നമ്മൾ നല്ല പേരിടണം. നല്ല പേരെന്ന് പറഞ്ഞാൽ വെറൈറ്റി പേരെന്നല്ല ഈ പറഞ്ഞത്, നല്ല പേര്. ഏതാ നല്ല പേര്? അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് അബദ് ചേർത്തുകൊണ്ടുള്ളതായ നല്ല നല്ല പേരുകൾ ഇടണം. അബ്ദുല്ലാ എന്നിടണം, അബ്ദുർ റസാഖ് എന്നിടണം. അങ്ങനെ നല്ല നല്ല പേരുകൾ ഇടണം. ഇനി അതും വേണ്ടെങ്കിൽ ആദരവായ നബിതങ്ങളുടെ പേരുകളിലേക്ക് ചേർത്തുകൊണ്ട് മുഹമ്മദ് ത്വാഹ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് എന്ന് ചേർത്തുകൊണ്ടുള്ളതായ മറ്റുള്ള പേരുകളും നമ്മൾ ഇടണം. എന്നാലോ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പാടിയ ആ വരികളാണ് ഞാൻ നടേ പാടി വെച്ചത്. നബിമാരുടെ പേരുള്ളവൻ തിന്നുന്നതിൽ ഉണ്ടായിരിക്കൽ മുസ്തഹബ്ബ സുപ്രയിൽ. നബിമാരുടെ പേരുള്ള ഒരാൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മജ്ലിസിൽ ഉണ്ടായിരിക്കൽ മുസ്തഹബ്ബാണ്, സുന്നത്തായ സംഗതിയാണ്. ഭക്ഷണം കഴിക്കുന്ന വേളയിൽ പ്രവാചകന്മാരുടെ പേരുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിലൊരു സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും. പ്രിയമുള്ളവരെ, വീണ്ടും ബഹുമാനപ്പെട്ടവർ പാടി, തിരു മുസ്തഫ പേരുള്ളവർ സവിശേഷമാ ബറക്കത്ത് കൂടുതലെത്തിടാൻ പര്യാപ്തമാ. ആദരവായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള ഒരു ആൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. അത് ബറക്കത്ത് കൂടുതൽ എത്തിടാൻ പര്യാപ്തമാ. നമ്മുടെയൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കോഴിയറുത്ത് നേർച്ച നടത്തിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയും, ഒരു കോഴിയറുത്ത് 50 പേര് വന്നാൽ 50 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിൽ റെഡിയാകും. ഇതൊക്കെ നമ്മുടെ കാരണവന്മാർ ചെയ്തതായ സുകൃതത്തിന്റെ ബറക്കത്താണ് എന്ന് പറയാതെ വയ്യ. അവരെന്താ ചെയ്തത്? അവര് നിസ്കാരവും നോമ്പുമൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അവര് ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെന്തേ നമുക്കത് ലഭിക്കുന്നില്ല? അവർ ബറക്കത്ത് കിട്ടാൻ സാധ്യമാകുന്ന വഴികളൊക്കെ തുറന്നു വച്ചവരാണ്. നമുക്കൊക്കെ മുഹമ്മദ് എന്ന് പേരിട്ടവരാണ്. എനിക്കെന്റെ വല്ലിപ്പ സക്കരിയ എന്ന് പേര് വിളിച്ചു, എന്റെ മകന് ഞാൻ യഹ്യ എന്ന് പേര് വിളിച്ചു, എന്റെ മകൾക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് ഫാത്തിമ, രണ്ടാമത്തെ മകൾക്ക് പേരിട്ടത് ആയിഷ. എന്തേ എനിക്ക് നല്ല വെറൈറ്റി പേരുകൾ, ഡും 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 എന്ന് തോന്നുന്ന നല്ല വെറൈറ്റി പേരുകൾ എനിക്ക് ഇടാമായിരുന്നല്ലോ. അതല്ല വേണ്ടത് പ്രിയമുള്ളവരെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങൾ ചേർത്തിട്ടുള്ളതായ പേര് വേണം മക്കൾക്ക്. അങ്ങനെ പേരുള്ള മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തും ബറക്കത്തും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ബഹുമാനപ്പെട്ട അൽ മവാഹിബുൽ ജലിയയിൽ കൃത്യമായി പാടി വച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ വെറുതെ പറയുന്ന ആളല്ല. കിതാബുകളൊക്കെ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് എഴുതുമായിരുന്നുള്ളൂ. അങ്ങനെ എഴുതിയ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലാണ് ഈ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ സ്വഹാബികളുടെ പ്രായപൂർത്തിയായി വലിയ മുതുക്കന്മാരായ, അങ്ങനെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, മുതുക്കന്മാരായ സ്വഹാബികളുടെ പേര് പോലും മോശമാണെന്ന് കണ്ടപ്പോൾ നബി തങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്.
പേര് മോശമാണ്, മാറ്റണം എന്ന് പറഞ്ഞ് മാറ്റിക്കൊടുത്ത ചരിത്രം സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ മക്കളിൽ അങ്ങനെ അർത്ഥമില്ലാത്ത എന്തെങ്കിലും ഗൂഗിളൊക്കെ നോക്കി പേരിടുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നമ്മുടെ സാഹചര്യം. മക്കളുണ്ടാകുമ്പോൾ ആദ്യം തന്നെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ ഓപ്പണാക്കി അതിനകത്ത് പേരടിച്ചു കൊടുക്കും, ഇസ്ലാമിക് നെയിംസ് ഓഫ് ബോയ്സ്. ആൺകുട്ടികളുടെ പേര് കിട്ടണം. അതിൽ കിട്ടുന്നത് എന്താ? എന്തെങ്കിലും ഒരു പേരുണ്ടാവും, അതിനൊരു അർത്ഥവും കൊടുത്തിട്ടുണ്ടാകും. ഇനി അതൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഉസ്താമാർക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉസ്താമാർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. ഇതിന്റെ അർത്ഥം ഒന്നുകൂടി ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. ഈ അർത്ഥം നോക്കുന്നത് എങ്ങനെയാ? നമ്മൾ അറബിയുടെ അർത്ഥം നോക്കുന്നത് എങ്ങനെയാ? ഡിക്ഷണറി നോക്കണമല്ലോ. ഡിക്ഷണറി നോക്കുമ്പോൾ അതിനകത്തേക്ക് അർത്ഥം നോക്കിയാൽ ഓരോ വാക്കുകൾക്കും ഓരോ അറബി വ്യാകരണത്തിൽ ഓരോ അടിസ്ഥാന പദങ്ങളുണ്ട്. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടാകും. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന എന്ന് പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തതിന് തല്ലും കൊണ്ടിട്ടുണ്ടാവും നമ്മളൊക്കെ ദർസിൽ ഓതി തുടങ്ങുമ്പോൾ സമയത്ത്. ഇതിലേക്ക് മാറ്റിയിട്ടാണ് ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ നോക്കുന്നത്. പിന്നെ ഈ ചോദിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സമാധാനം, ആ പേരിടാനാണ് ഉസ്താദെ ഞങ്ങൾ വിചാരിച്ചത്, എന്തെങ്കിലും ഒരു അർത്ഥം അതിന് ഉണ്ടാക്കി തരണമെന്നാണ് പിന്നത്തെ ആവശ്യം. അർത്ഥം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു അർത്ഥം അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. കാരണം പേരെഴുതി ചിലപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ചേർക്കാൻ പേരെഴുതി വിട്ടിട്ടുണ്ടാവും വാപ്പായി പുറത്ത് നിൽക്കുന്ന വാപ്പായ കാരണവരാരെങ്കിലും, ഈ കുട്ടിയുടെ വാപ്പ ആരെങ്കിലും. കാരണവന്മാരോട് ചോദിച്ചാൽ അവരുടെ കയ്യിലേക്കാ കിട്ടണമെങ്കിൽ അവരാദ്യം തന്നെ ചെവിയിൽ മുഹമ്മദ് എന്ന് പേര് വിളിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണവർ ആ കാര്യത്തിലൊക്കെ ഇച്ചിരി മുമ്പന്തിയിലാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മാറി. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. അങ്ങനെ ബറക്കത്തിനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല പേരിടാൻ തയ്യാറാകണം. മൂന്നാമതായി പറയട്ടെ, നമ്മുടെ സ്ഥലങ്ങളെല്ലാം നല്ല സ്ഥലങ്ങളായിരിക്കുകയും വേണം. ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെട്ട് ഖദീജ ബീവിയുടെ മരണവും ഒക്കെയായി സങ്കടപ്പെട്ട് വിഷമിച്ചു വല്ലാതിരിക്കുന്ന സമയത്താണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുവരെ റജബ് മാസത്തിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹി തങ്ങളെ ഒരു യാത്ര അല്ലാഹു തആല ചെയ്യിപ്പിച്ചു. എന്തേ മസ്ജിദുൽ അഖ്സ തിരഞ്ഞെടുക്കാൻ കാരണം? ഇന്നിപ്പോ നമ്മളൊക്കെ ആരെങ്കിലും എങ്ങടെയും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മക്കത്ത് പോകണമെന്ന് പറയും, ഒരു ഉംറ ചെയ്യണമെന്ന് പറയും. അവിടുന്ന് ആരംഭപ്പൂവായ നബിതങ്ങൾ കിടക്കുന്ന മദീനയിലൊന്ന് പോകണമെന്ന് നമ്മൾ പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയാറില്ല. നബിതങ്ങളെ അല്ലാഹു തആല മക്കയിൽ നിന്നും കൊണ്ടുപോയത് മദീനയിലേക്കല്ല. ഇന്ന് നബിതങ്ങൾ ഉള്ളത് കൊണ്ടാണ് മദീനയിലേക്ക് പോയത്. എന്നാലും മസ്ജിദുൽ അഖ്സയിലേക്കാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാത്രയാണം നടത്തിയത്. എന്താണ് അതിന്റെ പ്രത്യേകത? അതിനി നിങ്ങൾ ഒരുപാട് മെനക്കെട്ട് ഊഹാപോഹങ്ങളിലേക്ക് പോകണ്ട. അല്ലാഹു തന്നെ പറഞ്ഞു, ബാറകനാ ഹൗലഹു. അതിന്റെ ചുറ്റുഭാഗം, ഈ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് അല്ലാഹു തആല ആ സമയത്ത് ഒരുപാട് ബറക്കത്ത് ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുഴുവൻ അംബിയാ മുർസലുകൾക്കും ഇമാമത്തായി നിസ്കരിച്ചു എന്ന് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെയും നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം. വീട് വെക്കാൻ നല്ല സ്ഥലം തിരഞ്ഞെടുക്കണം. കച്ചവടം ചെയ്യാൻ നല്ല സ്ഥലം തിരഞ്ഞെടുക്കണം. നമ്മുടെയൊക്കെയും വാസസ്ഥലങ്ങൾ നല്ല സ്ഥലങ്ങളായി മാറിയിരിക്കണം. നമ്മൾ ചെന്നെടുക്കുമ്പോൾ ഏതെങ്കിലും വില കുറഞ്ഞ സ്ഥലം പോയി വാങ്ങി ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ പോയി വീട് വെച്ച് കിടക്കലല്ല വേണ്ടത്. നല്ല സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. അവിടെ പ്രത്യേകം ബറക്കത്തുണ്ടാകും. പള്ളിയുടെ അടുത്ത്, ദീനീ കലാലയങ്ങളുടെ അടുത്ത്, അറബി കോളേജിന്റെ അടുത്ത്, തൈക്കാവുകളുടെ അടുത്ത്, അങ്ങനെ നമ്മൾ ഏതെങ്കിലും സംശുദ്ധമായ അള്ളാഹുവിന്റെ ബറക്കത്തുകൾ പ്രത്യേകമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. എന്തേ നമ്മളൊക്കെ മുഅ്മിനീങ്ങൾ മരിച്ചാൽ പള്ളിക്ക് ചുറ്റിലും കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നത്? അതിനൊരു അടിസ്ഥാന പരമ്പര ഉണ്ടെങ്കിലും അതിന് പ്രത്യേക ഒരു ബറക്കത്തുണ്ട്. കാരണം ഒളുവെടുത്ത് ഒരു മനുഷ്യൻ പള്ളിയിൽ വന്ന് തഹയ്യത്ത് നിസ്കരിച്ചു, ഫർള് നിസ്കരിച്ചു, അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.
എല്ലാ വെള്ളിയാഴ്ചയിലും മിമ്പറിൽ നിന്നുകൊണ്ട് ഖത്തീബ് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇരുന്നുകൊണ്ട് ആമീൻ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നു. ഈ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഖബറാളികൾക്കെല്ലാം വല്ലാത്ത സന്തോഷമാണ്. തന്റെ തലമുറകൾ പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള മഹത്തായ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ആ ഖബറാളികൾക്ക് കിട്ടുന്നു. അതാണ് നമ്മുടെയൊക്കെ പള്ളിക്കാടുകളിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് മറവ് ചെയ്തിട്ട് പോകുന്നത്. അവരെയൊക്കെ സന്ദർശിക്കണം, സിയാറ ചെയ്യണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഈ ബറക്കത്തുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സംഗതികളുമുണ്ട്. ഇന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ അവസ്ഥ അതുതന്നെയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഇന്നത്തെ അവസ്ഥ, ആ ഭാഗം പരിശുദ്ധമാണ്, മുഖദ്ദസാണ് എന്നൊക്കെ നമുക്കറിയാം. നമ്മളെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. ഒരു പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകളെയൊക്കെ മതിമറന്ന് ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പരീക്ഷണം അവിടുത്തെ ജനതയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല മോചനം നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ളതായ ഗുണപാഠങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ ഹറാമുകൾ വ്യാപകമായാൽ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ ഹറാമുകൾ സംഭവിച്ചാൽ, കളവ് ചതികൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ സംഭവിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. ബറക്കത്ത് നഷ്ടപ്പെടും. സാധനങ്ങൾ കച്ചവടം നടക്കൂല എന്നല്ല ഈ പറഞ്ഞത്. ഇലാഹിയായ പ്രത്യേകമായ ഇടപെടൽ. 1000 രൂപ കിട്ടിയാൽ ആ 1000 രൂപ പോക്കറ്റിൽ ഇരിക്കാൻ ഒരു വിഷമം, അത് ചെലവായി പോകും. അതിനെയാണ് ബറക്കത്തില്ലായ്മ എന്ന് പറയുന്നത്. കച്ചവടം നടക്കും, ലക്ഷങ്ങൾ കിട്ടും, 1000ങ്ങളും 10000ങ്ങളും കിട്ടും. പക്ഷേ അതുകൊണ്ടൊരു പറയത്തക്ക രീതിയിലുള്ള നേട്ടം നമുക്ക് ലഭിക്കാതെ വരും. അതിനെയാണ് ബറക്കത്തില്ലായ്മ എന്ന് പറയുന്നത്. അത് ഒന്നാമതായി നഷ്ടപ്പെടുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹറാമുകൾ വ്യാപകമാകുമ്പോഴാണ്. രണ്ടാമതായി പറയട്ടെ, നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്ന വേളയിലുമാണ്. നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന പരീക്ഷണങ്ങളിൽ ഒന്നാമത്തേതാണ് അള്ളാഹു അവന്റെ വിഭവങ്ങളിലുള്ള ബറക്കത്തിനെ എടുത്തു കളയും. ഭാര്യക്കസുഖം എന്ന് മാറിക്കഴിയുമ്പോഴേക്കും മകനസുഖം മാറിക്കഴിയുമ്പോഴേക്കും അടുത്തയാൾക്ക് എപ്പോഴും വീട്ടിൽ അസുഖങ്ങളാ. എന്താ കാരണം? കുട്ടികൾ വർത്താനം പറയരുത് കേട്ടോ. ആ വർത്താനം പറയണ ആരവിടെ? പള്ളിയിൽ സംസാരിക്കരുത്. അപ്പൊ ഈ ബറക്കത്തില്ലായ്മ എന്താണ്? നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ എന്ത് പറ്റും? വീട്ടിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടും. കച്ചവടവും കാര്യങ്ങളും ഉണ്ടാവും, എപ്പോഴും ടെൻഷനായിരിക്കും. അതാണ് ഈ ബറക്കത്തില്ലായ്മയുടെ ഒന്നാമത്തെ ഒരു സംഗതി. എപ്പോഴും ടെൻഷനായിരിക്കും, ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവൂല. അല്ലാഹു തആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽപ്രവൃത്തികളും